ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സ്വീറ്റ് കോൺ ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളം കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചോളം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓനിയൻ, ജിഞ്ചർ, ഗാർലിക്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റി ഫ്രൈ ആക്കി എടുക്കണ്ട, ഒന്ന് വാടിയത് കളർ മാറി വന്നാൽ മതി. ഇതേ പാകത്തിനായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായി തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അതിനുവേണ്ടിയാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇത് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.